ഹലോ ആൾ നമ്മൾ സ്റ്റിച്ച്ഡ് കളക്ഷൻ ആട്ടോ. മൾ കോട്ടണിൽ വന്ന ഡിസൈനാണ്. പ്രീമിയം റേഞ്ച് കോട്ടൺ ആട്ടോ. ഞാൻ വേറെ ഇരിക്കുന്ന സ്റ്റൈലാണ്. നല്ല ബ്യൂട്ടിഫുൾ സ്റ്റൈലാണ്. നല്ല ഡിസൈനർ കോൺസെപ്റ്റ്, ബൊട്ടി കോൺസെപ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് ഡിസൈനാണ്. ഇത് ടോപ്പ് ആൻഡ് ദുപ്പട്ട മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ബോട്ടം വരുന്നത് കേട്ടോ. ബോട്ടം ഞാൻ സെപ്പറേറ്റ് ബോട്ടം വേറേതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഓഫ് വൈറ്റ് കളർ ബോട്ടം അല്ലെങ്കിൽ ലെഗിങ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അകത്ത് വെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിലാണ് വന്നത്. ഒരു ഫ്ലാപ്പ് പോലെ ഈ ഒരു പോർഷനും അതിൻ്റെ താഴെ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പോർഷനായിട്ട് വരും കേട്ടോ. സൈഡ് സ്ലിറ്റ് ഇല്ല, ഒരു ഗൗൺ സ്റ്റൈലാണ് വന്നിരിക്കുന്നുള്ളത്. അതിൻ്റെ മേലെ ഒരു ഫ്ലാപ്പ് പോലെയാണ് ഈ ഒരു പോർഷൻ വരിക. ഈ ഒരു മേലെ വരുന്ന പോർഷനിലാണ് ആ ഒരു വർക്ക് ഡീറ്റെയിലും ത്രെഡ് ഡീറ്റെയിൽസും കൂടുതലുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം. 2 കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പാറ്റേൺ കേട്ടോ. നമ്മൾ കാണാത്ത പോലത്തെ പാറ്റേൺ. നമ്മൾ സൈഡ് സ്ലിറ്റ് കാണാറുണ്ട്, എ ലൈൻ കാണാറുണ്ട്, ഗൗൺസും കാണാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗൗൺ അല്ല, നമുക്കൊരു ഡിസൈനർ കോൺസെപ്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അധികം കാണാത്ത കൈൻഡ് ഓഫ് പാറ്റേൺ. പ്രിൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. മൾ കോട്ടൺ ആണ്, ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വരിക. ഈ ഒരു ത്രെഡ് വർക്കിന്റെ കളറിന്റെ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണ് 2 ഷെയ്ഡ്സ് വരിക. ഇത് ലാർജ് ടു ഡബിൾ എക്സൽ അല്ലേ സൈസ്? ലാർജ് ടു ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരിക. നിങ്ങളുടെ യൂഷ്വൽ സൈസിൽ 1 സൈസ് നിങ്ങൾ ബിഗർ ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ സാധാരണ ഞാൻ മീഡിയം വെയർ ചെയ്യുന്ന ആളാണ്. ഞാൻ ഇന്ന് ലാർജാണ് വെയർ ചെയ്തത്. അപ്പോൾ എനിക്ക് ലാർജ് പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂഷ്വൽ സൈസിലും 1 സൈസ് ബിഗർ ഓപ്റ്റ് ചെയ്യുക. മീഡിയംകാർ ലാർജ് ഓപ്റ്റ് ചെയ്യുക, ലാർജുകാർ എക്സൽ ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ ഓർഡർ ചെയ്യരുത്. അതേപോലെ എക്സൽ ആണല്ലോ ഡബിൾ എക്സൽ ഉപയോഗിക്കുക. അപ്പോൾ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞ സൈസും ഉണ്ടാവില്ല. ടാഗിലുണ്ടാവും, പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ യൂഷ്വൽ സൈസിലും 1 സൈസ് ബിഗർ എടുക്കുക. ഓക്കെ, നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. കോളർ നെക്ക് കോൺസെപ്റ്റ് ആണ്. ഇവിടെ ഇങ്ങനെ ബട്ടൺ ആട്ടോ. നിങ്ങൾക്ക് വേണ്ടെന്നാണെങ്കിൽ ബട്ടൺ അൺബട്ടൺ ചെയ്യാം. നെക്കിലേക്ക് ഇതുപോലെ ത്രെഡ് വർക്കും മിറർ വർക്കും ആട്ടോ. സ്ലോലി കാണിക്കണേ. ത്രെഡ് വർക്കും മിറർ വർക്കും ആണ് നെക്കിൽ. ബാക്കി ത്രൂ ഔട്ട് ഇതുപോലെ വരും. പിന്നെ താഴെ നിന്ന് കണ്ടില്ലേ, കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ്. നല്ല തിക്കായിട്ട് ചെയ്തിരിക്കുന്ന ത്രെഡ് വർക്കാണ്. പിന്നെ ഫ്ലാപ്പിൻ്റെ താഴെ ഭാഗം പോൾക്ക ഡോട്ടാട്ടോ. പിന്നെ ഇതുപോലെ സൈഡ് സ്ലിറ്റ് ഇല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കുറച്ചൊരു എന്താ പറയുക, ഹൈലോ കട്ട് പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, നമ്മൾ സാധാരണ നിൽക്കുന്ന പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ഗൗൺ നിൽക്കുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്. കുറച്ച് ഇങ്ങനെ ഒരു ഫ്ലാപ്പി ആയിട്ടാണ് നിൽക്കുന്നില്ല, കണ്ടില്ലേ? ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നില്ല, ഈ ഒരു ഫ്ലാപ്പുള്ള ഭാഗം. ഓക്കെ, ബാക്ക് സൈഡിൽ ഇങ്ങനെ വരും. ഇത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ വരും. ഇതിനകത്ത് ഇന്നർ പോലെ ലോങ് ആയിട്ടാണ് അവസാനം വരും. ഇത് സെപ്പറേറ്റ് ആയിട്ടില്ല കേട്ടോ. 2 പീസ് അല്ല, സിംഗിൾ പീസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങൾ ഗൗൺ വെയർ ചെയ്യുന്ന പോലെ തന്നെ ഇത് വേറെ ഉണ്ട്. പിന്നെ കോട്ടണിൽ തന്നെ വന്ന് മൾ കോട്ടൺ ദുപ്പട്ട. നല്ല രസമുള്ള കോൺസെപ്റ്റാണ്. ലാർജ് ടു ഡബിൾ എക്സൽ സൈസാണ്. 2200 ആണ് പ്രൈസ് റേഞ്ച് കേട്ടോ. 2200 നല്ല ഓപ്ഷനാണ്. അപ്കമിങ് ബക്രീദ് പോലത്തെ സീസണൊക്കെ നിങ്ങൾക്ക് ഫെസ്റ്റീവ് വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ കളക്ഷനാണ് കേട്ടോ. കംഫർട്ട് വെയർ ആണ്, പ്ലസ് പാർട്ടി വെയർ ലുക്കും തരും. സെക്കൻഡ് കളർ ഈ ഒരു കളർ കേട്ടോ. ഒരു ബർഗണ്ടി കളറാണ്. ത്രെഡ് വർക്ക് വരിക ത്രൂ ഔട്ട് ബോഡി. പിന്നെ ഫ്ലോറൽ കംപ്ലീറ്റ് ത്രെഡാണ്. പിന്നെ പോൾക്ക ഡോട്ട്സ് താഴെ നിന്ന് വരിക, ഒരു ഫ്രിൽസ് ഉള്ള ഭാഗത്തു നിന്ന്. ഇതാണ് അതിൻ്റെ സ്ലീവ് പോർഷൻ വരിക. മൾ കോട്ടണിൽ തന്നെ വന്ന ദുപ്പട്ട. ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ലാർജ് ടു ഡബിൾ എക്സൽ സൈസ് വരും. നിങ്ങൾ യൂഷ്വൽ സൈസിലും 1 സൈസ് ബിഗർ ഓപ്റ്റ് ചെയ്യുക കേട്ടോ. നല്ല രസമുള്ള പാറ്റേൺ ആണ്. വെരി വെരി നൈസ്. നല്ല ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. Gown with dupatta style. Thank you.